അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അലാ ഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഒന്നാമതായി എല്ലാവരോടുമായി ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് ഫെബ്രുവരി 14 നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പ്രണയദിനം എന്ന പേരിലാണ്, വാലന്റൈൻ ഡേ എന്ന പേരിലാണ് ലോകത്ത് ആചരിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ വളരെ നിർലജ്ജമായിട്ടുള്ള ഒരാഘോഷം കൂടിയാണ് ഇപ്പറയുന്ന പ്രണയദിനം. അതിനെ സംബന്ധിച്ച് നിരീക്ഷിക്കുമ്പോൾ നമുക്കത് ബോധ്യമാവുന്നതാണ്. സഹോദരങ്ങളെ, തീർത്തും ഒരു പാശ്ചാത്യൻ ആഘോഷമാണിത്. പൗരസ്ത്യ നാടുകളിൽ നിന്ന് വന്ന ഒരു ആഘോഷമല്ല എന്നർത്ഥം. 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു ക്ലോഡിയസ് ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്രകാരം കാണാൻ സാധിക്കുന്നു. വാലന്റൈൻ ഡേക്ക് ആ ഒരു ചരിത്രവുമായിട്ട് ബന്ധമുണ്ട്. അതായത് ക്ലോഡിയസ് ചക്രവർത്തി യുവാക്കൾക്ക് വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്നാണ്. അദ്ദേഹം പറഞ്ഞു, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ യുവാക്കൾ പിന്നീട് അവരൊന്നിനും കിട്ടുന്നില്ല. അവരുടെ മുഴു ശ്രദ്ധയും കുടുംബജീവിതത്തിലും വൈവാഹിക ജീവിതത്തിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലുമായി പരിമിതപ്പെടുകയാണ്. അതുകൊണ്ട് യുദ്ധത്തിനൊന്നും ചെറുപ്പക്കാരെ ലഭിക്കുന്നില്ല. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിവാഹം നിരോധിച്ചത്. പക്ഷേ ആ കാലഘട്ടത്തിലെ കത്തോലിക്ക ബിഷപ്പായിരുന്ന വാലന്റൈൻ, അദ്ദേഹം ചക്രവർത്തിയുടെ ഉത്തരവ് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഭരണാധികാരി അറിയാതെ ചെറുപ്പക്കാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. ചക്രവർത്തി ഇതറിയുകയും അദ്ദേഹം ബിഷപ്പിനെ, വാലന്റൈനെ തുറുങ്കിലടക്കുകയും ചെയ്തു. പക്ഷേ തുറുങ്കിൽ വെച്ച് അറസ്റ്റിലായ സാഹചര്യത്തിൽ ജയിലറുടെ അന്ധയായ പുത്രിയുമായിട്ട് വാലന്റൈൻ ബിഷപ്പ് പ്രണയത്തിലായി എന്നാണ് ആ ചരിത്രം അപ്രകാരമാണ് പറയപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ വാലന്റൈനെ വധിച്ചു കളയാൻ, കഴുമരത്തിലേറ്റാൻ ചക്രവർത്തി ഉത്തരവിട്ടു എന്നുള്ളതാണ്. ആ ദിവസം ഒരു ഫെബ്രുവരി 14 AD 270 ഫെബ്രുവരി 14 ഇപ്പറയുന്ന വാലന്റൈൻ ബിഷപ്പിനെ വധിക്കാൻ ചക്രവർത്തി ഉത്തരവിട്ടത്. കഴുമരത്തിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ്, അത് ഫെബ്രുവരി 14 ഉത്തരവും വധവുമൊക്കെ നടപ്പിലാക്കുന്നത്. ഏതായാലും ആ സമയത്ത് വാലന്റൈൻ എന്ന് പറയുന്ന ഈ ബിഷപ്പ് തൻ്റെ പ്രിയതമയ്ക്ക്, കാമുകിക്ക് ഇപ്രകാരം ഒരു കത്തെഴുതി വെച്ചുകൊണ്ടാണ് മരിക്കുന്നത്. ഫ്രം യുവർ വാലന്റൈൻ, നിൻ്റെ വാലന്റൈനിൽ നിന്ന് നിനക്കുള്ള അറിയിപ്പുകൾ
നിനക്കുള്ള സന്ദേശമെന്ന് പറഞ്ഞുകൊണ്ടൊരു കത്തെഴുതിക്കൊണ്ടാണ് അയാൾ മരണപ്പെടുന്നത്. ആ വാലന്റൈൻ ചക്രവർത്തിയുടെ ഓർമ്മയിലാണ് ഓരോ ഫെബ്രുവരി 14 പ്രണയദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ചരിത്രം എന്തോ ആവട്ടെ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. പക്ഷേ ഏത് ആഘോഷത്തിൻ്റെ പേരിലാണെങ്കിലും അന്യ സ്ത്രീ പുരുഷന്മാരെ പരസ്പരം ചുംബിക്കുകയും പരസ്പരം ആലിംഗനം ചെയ്യുകയും കെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ പരസ്പരമുള്ള ഈ പറയുന്ന രീതിയിലൊന്നും ഒരിക്കലും തന്നെ അന്യരിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുകയും ചെയ്യുന്നതിനെ ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സ്നേഹത്തിനൊരിക്കലും ഇസ്ലാം എതിരല്ല. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാറ്റിനെയും സ്നേഹിക്കണം. അള്ളാഹുവോടുള്ള സ്നേഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ തുടങ്ങുന്നത് അള്ളാഹുവോടുള്ള സ്നേഹത്തിൽ നിന്ന്. പ്രവാചകനോടുള്ള സ്നേഹം, അള്ളാഹുവോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പ്രവാചകനോടുള്ള സ്നേഹം, പിന്നീട് മാതാപിതാക്കളോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, കുടുംബത്തോടുള്ള സ്നേഹം. പക്ഷേ അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള പ്രണയം അത് വിവാഹത്തിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാടിനെ വളരെ കർക്കശമായിട്ട് തന്നെയാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. കാരണം വിവാഹാനന്തരമുള്ള പ്രണയം അത് പടച്ചതമ്പുരാൻ തന്നെ നിശ്ചയിച്ചതാണ്. ആ രീതിയിലാണ് ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു റൂമിലെ ഒരു വചനം, നമ്മളൊക്കെ വിവാഹ ഖുതുബകളിലൊക്കെ ധാരാളമായിട്ട് കേൾക്കുന്ന വചനമാണത്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. അള്ളാഹു പറയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ആ ഇണകൾക്കിടയിൽ അല്ലാഹു തആല എന്തെന്നില്ലാത്ത സ്നേഹവും കാരുണ്യവും നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾക്ക് സമാധാനമുണ്ടാവുന്നതിന് വേണ്ടി. സമാധാനം, മടക്കം, ഒതുക്കം ഇതുണ്ടാവുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ, ആ ഇണകൾക്കിടയിൽ അല്ലാഹു തആല സ്നേഹവും കാരുണ്യവും നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലെല്ലാം തന്നെ വലിയ ദൃഷ്ടാന്തമാണുള്ളത്. വിവാഹാനന്തരമുള്ള പ്രണയം, ആ ഒരു കാഴ്ചപ്പാടിനെ വളരെ മനോഹരമായിട്ടാണ് ഖുർആൻ മാത്രമല്ല ഹദീസും വിശദീകരിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യറലിൽ മുതഹാബ്ബീന മിസ്ലുൻ നിക്കാഹ്. വിവാഹം പോലെ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക് പ്രതിവിധിയായിട്ട് മറ്റൊന്നും കാണുന്നില്ല. വിവാഹമാണ് അവരുടെ മുമ്പിലുള്ള പോംവഴി എന്ന് പറയുന്നത്. വിവാഹത്തിലൂടെയുള്ള പ്രണയം എന്ന കാഴ്ചപ്പാട്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ജഗന്നിയന്താവായ ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമല്ലാതിരുന്ന ഒരാൾ ഒരു ഉടമ്പടിയിലൂടെ, ഒരു വിവാഹ കരാറിലൂടെ എൻ്റെ ജീവിതത്തിൽ എല്ലാമായി മാറുകയാണ്. അങ്ങേയറ്റം പരസ്പരം ഭാര്യയും ഭർത്താവും ഇണകളായി സ്നേഹിക്കുകയാണ്. ഇത് അള്ളാഹു നിശ്ചയിച്ചതും അള്ളാഹു സൃഷ്ടിച്ചതുമായ സ്നേഹമാണ്. പലസ്തീൻ പോരാളിയായ റമീല ഔദയുടെ ചരിത്രം ഇപ്രകാരമാണ് പറയപ്പെടുന്നത്. റമീല ഔദയെ ഇസ്രയേൽ കിങ്കരന്മാർ അവരെ പീഡിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അതിക്രൂരമായ പീഡനം. റമീല ഔദയും അവരുടെ ഭർത്താവ്, ആ യുവതിയുടെ ഭർത്താവ് യാക്കൂബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അവർ രണ്ടുപേരും ഇസ്രയേൽ സങ്കേതത്തിൽ നിന്ന് ഏറ്റുവാങ്ങുകയാണ്. അധികം താമസിയാതെ റമീല ഔദയെ മോചിപ്പിച്ചു. പക്ഷേ ക്രൂരമായ അക്രമങ്ങൾക്ക് അവർ ഇരയായി എന്ന് മാത്രമല്ല, ഇസ്രയേൽ സങ്കേതത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവരുടെ ശാരീരികവും ലൈംഗികവുമായ എല്ലാ ശേഷികളും നഷ്ടപ്പെട്ടു പോയിരുന്നു. യാക്കൂബ്, അവരുടെ ഭർത്താവ്, ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അവരുടെ ഭർത്താവ് ഇതിനേക്കാൾ വലിയ പീഡനങ്ങൾക്കിരയായിട്ടാണ് പുറത്തു വരാൻ പോകുന്നത്. ആ ഒരു ഘട്ടത്തിലും ആ പെൺകുട്ടിയിൽ നിന്ന്, ആ യുവതിയിൽ നിന്ന് വന്ന പ്രാർത്ഥന ഒരു ഗദ്ഗതമായി
പുറത്തുള്ള ആളുകൾ കേട്ടു എന്നാണ്. എന്തായിരുന്നു അവരുടെ പ്രാർത്ഥന? പടച്ചതമ്പുരാനെ, ഇനിയും എൻ്റെ പ്രിയതമനോടൊപ്പം ജീവിക്കാനുള്ള അവസരം എനിക്ക് നൽകണമേ. നമ്മിൽ ചിലരെങ്കിലും ചിന്തിക്കും, എന്തിനാണ് ഈ പെൺകുട്ടിക്ക് ഈ ചെറുപ്പക്കാരനെ, ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളവും ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ എല്ലാ ശേഷിയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷെ അതൊന്നുമല്ല, വിവാഹത്തിലൂടെ അല്ലാഹു തആല ഉണ്ടാക്കി തരുന്ന, അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ആ മവദ്ദത്തും റഹ്മത്തും, ആ സ്നേഹവും കാരുണ്യവും ഇതിനെല്ലാം അപ്പുറത്താണ് എന്ന് മനസ്സിലാക്കാൻ, സമ്പത്തിനേക്കാൾ, സൗന്ദര്യത്തെക്കാൾ, ആരോഗ്യത്തെക്കാൾ, ശാരീരിക ശേഷിയേക്കാൾ അപ്പുറത്താണ് ആ സ്നേഹം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. പക്ഷേ ഇന്ന് ആ വിവാഹം പോലും വേണ്ടതില്ല എന്നിടത്തേക്കാണ് വലിയൊരു ജനവിഭാഗം എത്തിക്കൊണ്ടിരിക്കുന്നത്. ലിബറലിസമാണ് അവരുടെ സിദ്ധാന്തം. നവലൈംഗിക ഉദാരവാദം എന്നതിനെ വിശദീകരിക്കാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ, പരസ്പരമുള്ള ധാരണയുണ്ടെങ്കിൽ പ്രായപൂർത്തിയായ ആളുകൾക്ക് ഒരു വിവാഹവുമില്ലാതെ ജീവിക്കാം. ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് ലിബറലിസ്റ്റുകളായ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ. എന്ന് പറഞ്ഞാൽ, പരസ്പരം ആളുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരെ ജീവിക്കുകയാണെങ്കിൽ അതിനൊന്നിൻ്റെയും ആവശ്യമില്ല. ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കപട സദാചാരമാണ്. ഇത്തരം കാഴ്ചപ്പാടുകളെ മുൻനിർത്തിയാണ് നമ്മുടെ നഗരങ്ങളിൽ മാത്രമല്ല ചില ഗ്രാമങ്ങളിൽ പോലും ഇപ്പറയുന്ന പ്രണയദിനമൊക്കെ കെങ്കേമമായിട്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന, അവസാനം ഫെബ്രുവരി 14 വരെ എത്തിപ്പെടുന്ന ഒരാഘോഷം. സഹോദരങ്ങളെ, ഇത്തരം ആഘോഷങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ നവലൈംഗിക ഉദാരവാദ ചിന്തയെ ശക്തമായിട്ട് പ്രതിരോധിക്കുവാൻ വിശ്വാസി സമൂഹത്തിന് സാധ്യമാവണം, ജനാധിപത്യ ഭൂമികയിൽ നിന്ന് തന്നെ. കാരണം വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താ? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ശക്തമായ ധാർമ്മികതയുടെ പ്രചാരകരും പ്രബോധകരുമാണ്. ലൈംഗികേച്ഛയുടെ സാക്ഷാത്കാരത്തിൻ്റെ ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് വിവാഹമാണെന്ന് ലോകത്തോട് പറയാൻ ബാധ്യസ്ഥരായ സമൂഹമാണ് വിശ്വാസി സമൂഹം എന്ന് പറയുന്നത്. ലിബറലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൈ ബോഡി മൈ ചോയ്സ് എന്നാണ്. എൻ്റെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ തെരഞ്ഞെടുപ്പാണ് അവരുടെ ഭാഷയിൽ. മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ മുദ്രാവാക്യം. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന് പണ്ടാരോ പറഞ്ഞു വെച്ചത്, പാടിവെച്ചത് നമ്മുടെ ഇന്നത്തെ ലിബറലിസ്റ്റുകളുടെ ഭാഷയിലേക്ക് അവർ മാറ്റിയതാണ്. എന്ന് പറഞ്ഞാൽ, ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ സിദ്ധാന്തം ഏതൊരു ജനവിഭാഗം ആദ്യമായി സ്വീകരിച്ചുവോ അവരിന്ന് അതിൻ്റെ പേരിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അമേരിക്കയടക്കമുള്ള പാശ്ചാത്യൻ രാജ്യങ്ങൾ, സഹോദരങ്ങളെ, അവിടങ്ങളിൽ ഇത്തരം സിദ്ധാന്തങ്ങൾക്കെതിരുള്ള ശക്തമായിട്ടുള്ള പ്രചരണം കൂടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടേതുപോലുള്ള നാടുകളിൽ ലിബറലിസം എന്തോ ഒരു പുതിയ ആവിഷ്കാരമായിട്ട് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയിലെ ഒരു ഗ്രന്ഥകാരന്, അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് ബ്ലാങ്കൻഹോൺ എന്നാണ്. അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥം എഴുതേണ്ടി വന്നു, ഒരു പുസ്തകം എഴുതേണ്ടി വന്നു. ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമായിരുന്നു പിന്നീടത്. ഫാദർലെസ് അമേരിക്ക എന്നാണ് ആ പുസ്തകത്തിൻ്റെ തലവാചകം. ഫാദർലെസ് അമേരിക്ക, പിതാക്കന്മാരില്ലാത്ത അമേരിക്ക എന്നാണ് നമുക്കതിനെ വിവർത്തനം ചെയ്യാൻ കഴിയുക. വ്യഭിചാരം ഒരു സമൂഹത്തിൽ വ്യാപകമായപ്പോൾ ലിവിങ് ടുഗദറാണ് അവരെ തിരഞ്ഞെടുത്തത്. പരസ്പരം ഒന്നിച്ച് ജീവിക്കുക. നമ്മളീ പറഞ്ഞ ഓരോ വിവാഹത്തിൻ്റെ വഴികളും സ്വീകരിക്കാതെ ഒന്നിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം അത് വലിയൊരു ബാധ്യതയായിട്ട് മാറുന്നു. ആ സംരക്ഷണം ഏറ്റെടുക്കാൻ ആളില്ലാതായി മാറുന്നു. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ ആളില്ലാതായി മാറുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ധാരാളം പ്രതിസന്ധികളിലേക്ക് പാശ്ചാത്യൻ സമൂഹത്തെ കൊണ്ടുപോയ ഒരു സാഹചര്യത്തിലാണ് ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ആ ഗ്രന്ഥം എഴുതുന്ന സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട്
ഇതൊന്നുമല്ല പരിഹാരം എന്ന് പറയുന്നത്. ആരാണോ ഈ ശരീരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, ആ സൃഷ്ടാവിൻ്റെ യൂസർ മാനുവൽ അനുസരിച്ച് ആ ശരീരത്തെ, അതല്ലെങ്കിൽ ഈ ശരീരത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ആ സൃഷ്ടാവ് വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ യൂസർ മാനുവൽ അനുസരിച്ചുകൊണ്ട് ആ ശരീരത്തെ ഉപയോഗിക്കുക, ആ സൃഷ്ടാവിൻ്റെ നിയന്ത്രണങ്ങൾക്ക് ഈ ശരീരത്തെ വിട്ടുകൊടുക്കുക എന്നതാണ് വിശ്വാസികളുടെ ബാധ്യത എന്ന് പറയുന്നത്. അതാണ് ബാധ്യത. അലാ ലഹുൽ ഖൽഖു വൽ അംർ, അറിയുക അവനാണ് സൃഷ്ടിപ്പ് നടത്തിയത്, അവനാണ് ശാസനാധികാരിയും. ആരാണോ ഈ ശരീരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, ആ പടച്ചവൻ തന്നെയാണ് ഈ ശരീരം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടതും. അതാണ് ദൈവിക വ്യവസ്ഥിതി എന്ന് പറയുന്നത്, അതാണ് ഇലാഹിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അത് ഈ ശരീരം പാലിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ സംവിധാനങ്ങളും. ആ സംവിധാനങ്ങൾ, മനുഷ്യർ ഓരോ സംവിധാനങ്ങൾ ഇവിടെ രൂപപ്പെടുത്തുന്നുണ്ട്. ഈ മനുഷ്യൻ രൂപപ്പെടുത്തിയ സംവിധാനങ്ങൾക്കും അതിനെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളതാണ്. അതിനൊരു നിയന്താവുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു തിരക്കുള്ള ഒരു റോഡാണെന്ന് വെക്കുക. ആ റോട്ടിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുവാൻ, തിരക്കേറിയ വാഹനങ്ങളെ നിയന്ത്രിക്കുവാൻ അവിടെ സിഗ്നലുകൾ ഉണ്ടാവും, അവിടെ പോലീസ് നിയമപാലകരുണ്ടാവും. അവിടെ നിയമപാലകരും ശ്രദ്ധിക്കുന്നില്ല, അവിടെ സിഗ്നലുകളും ട്രാഫിക് നിയമങ്ങളും ഒന്നും പരിഗണിക്കാതെയാണ് അവിടെ വാഹനങ്ങൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അപകടത്തിനുള്ള സാധ്യത ഏറെയാണ് സഹോദരങ്ങളെ. നിയന്ത്രിക്കുന്ന ഒരാളില്ല എങ്കിൽ അപകടമുണ്ടാവും, അരാജകത്വമുണ്ടാവും. ഒരു സ്കൂളിനെ നമ്മൾ സങ്കല്പിച്ചു നോക്കുക. ആ സ്കൂളിൽ പ്രധാനാധ്യാപകനില്ല, ആ സ്കൂളിൽ ക്ലാസ് എടുക്കുവാൻ, അതല്ലെങ്കിൽ ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ക്ലാസ് ടീച്ചറുകളില്ല, ഒരു ലീഡർ പോലുമില്ല കുഞ്ഞുങ്ങൾക്കിടയിൽ നിന്ന്, വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന്. അങ്ങനെയാവുമ്പോൾ പിന്നീട് ആ സ്കൂൾ എന്ന് പറയുന്നത് അത് വലിയൊരു ശല്യമായിട്ട് മാറും, അത് വലിയ ഒരു അരാജകത്വമായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു നിയന്താവ് ഈ പ്രപഞ്ചത്തിനുണ്ട്, ഈ ശരീരത്തിനുണ്ട്. അത് പടച്ച തമ്പുരാനാണ്. ആ തമ്പുരാൻ ചില വ്യവസ്ഥകൾ ഈ ശരീരത്തോട് പറയുന്നുണ്ട്. ആ വ്യവസ്ഥകൾ പാലിക്കുവാൻ ഈ ശരീരം ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ്. അത് സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾക്കിടയിലും ആ വ്യവസ്ഥകൾ പാലിക്കുവാനുള്ള അതീവ ജാഗ്രതയാണ് കൈകൊള്ളേണ്ടത്. ആ വ്യവസ്ഥകളിൽ ഒന്നാമത്തേത് വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് സമീപിക്കുക പോലും അരുത്, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും അരുത്. നിശ്ചയം അത് വളരെ മോശമാണ്, അത് മോശമായ മാർഗമാണ്. വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല പറയുന്നത്, അതിലേക്കുള്ള എല്ലാ കവാടങ്ങളും അടച്ചു കളയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സാലിസുഹുമ ശൈത്താൻ. ഒരു പുരുഷനും ഒരു സ്ത്രീയോടൊപ്പം തനിച്ചാവരുത്. അങ്ങനെ തനിച്ചായി കഴിഞ്ഞാൽ മൂന്നാമതായി അവർക്കിടയിൽ പിശാചുണ്ട്. ചില ആളുകളെങ്കിലും ചിന്തിക്കും, എന്താ തനിച്ചായാൽ നമ്മൾ തന്നെയല്ലേ നമ്മളെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നീട് എന്താണ് വിഷയം? ശരിയാണ്, പല ആളുകൾക്കും, മിക്ക ആളുകൾക്കും ശ്രദ്ധിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ മറുവശത്തിരിക്കുന്ന സ്ത്രീ അതല്ലെങ്കിൽ പുരുഷൻ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചാലും അവിടെയും പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണ് മൂന്നാമനായി പിശാചാണുള്ളത് എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ വ്യഭിചാരത്തിലേക്കുള്ള എല്ലാ കവാടങ്ങളും അടച്ചു കളഞ്ഞു. ഫസിനൽ ഐനി അന്നദർ, വികാരേച്ഛയോടുകൂടിയുള്ള നോട്ടമുണ്ടല്ലോ, അത് കണ്ണിൻ്റെ വ്യഭിചാരമാണ്. വസിനൽ ലിസാനി അന്നുതുഖു, വികാരേച്ഛയോടുള്ള ലൈംഗിക ചുവയോടുകൂടെയുള്ള സംസാരമുണ്ടല്ലോ, അത് നാവിൻ്റെ വ്യഭിചാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും അരുത്. ഇത്ര കൃത്യമാണ് നിർദ്ദേശങ്ങൾ. റസൂലുള്ള മറ്റൊരു ഘട്ടത്തിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഇയ്യാകും വൽ ജുലൂസ ഫി തുറുക്കാത്ത്, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, നിങ്ങൾ വഴികളിൽ ഇരിക്കുന്നതും സൂക്ഷിക്കണമെന്നാണ്. വഴികളിൽ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾക്ക് വഴിയിൽ ഇരിക്കാതെ വേറെ നിവൃത്തിയില്ലെങ്കിലോ, അത്യാവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വഴിയിൽ ഇരിക്കുന്നതെങ്കിലോ
എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ വഴിയോട് ചില ബാധ്യതകളുണ്ട്, ആ ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റണം. സ്വഹാബിമാർ ചോദിച്ചു, പ്രവാചകരെ എന്തെല്ലാമാണ് വഴിയോടുള്ള ഞങ്ങളുടെ ബാധ്യതകളെന്ന് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നായിട്ട് വിശദീകരിച്ചു കൊടുത്തു. ഗള്ളുൽ ബസർ, നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്. വക്കഫുൽ അദാ, രണ്ടാമത്തെ ബാധ്യത വഴിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളെ നിങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. വറദ്ദുസ്സലാം, നിങ്ങളോടൊരാൾ സലാം പറഞ്ഞാൽ മടക്കുക എന്നുള്ളതാണ്. വൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇതെല്ലാമാണ് വഴിയിലെ ബുദ്ധിമുട്ടുകൾ നീക്കുക, സലാം മടക്കുക, അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇതെല്ലാം പറയുന്നതിൻ്റെ മുന്നോടിയായിട്ട് പറഞ്ഞു, ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തുക. നിങ്ങൾക്ക് കാണാൻ പാടില്ലാത്ത അരുതാത്ത കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ന്നിരിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ കർക്കശമായി തന്നെ നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിലെ ധാർമ്മിക നിർദ്ദേശങ്ങൾ കുറച്ച് കർക്കശം തന്നെയാണ്. കാരണം കർക്കശമായ നിർദ്ദേശങ്ങളിലൂടെ നേരത്തെ പറഞ്ഞ തിന്മയിലേക്കുള്ള കവാടങ്ങളെ അടച്ചു കളയുകയാണ് ഖുർആൻ ചെയ്യുന്നത് സഹോദരങ്ങളെ, പ്രവാചക വചനങ്ങളിലൂടെ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, എന്താ പറഞ്ഞു? സ്ത്രീ പുരുഷന്മാർ പരസ്പരം കൊഞ്ചിക്കുഴയുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അല്ലാഹു പറയാണ്, ഫലാ തഖ്ലഅന ബിൽ ഖൗലി, നിങ്ങൾ വാക്കുകൊണ്ട് കൊഞ്ചിക്കുഴയാൻ പാടില്ല. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ, അങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ നിങ്ങൾ ആശിച്ചു പോകും. അതുകൊണ്ട് മാന്യമായ രീതിയിൽ സംസാരിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ, പക്ഷേ അത് മാന്യമായ സംസാരം, കൊഞ്ചിക്കുഴയാത്ത, ലൈംഗിക ചുവയില്ലാത്ത, വികാരേച്ഛകൾ പ്രകടമാവാത്ത രീതിയിലുള്ള സംസാരം അത്യാവശ്യത്തിന് നിർവഹിക്കാം. പക്ഷേ മറുവശത്തിരിക്കുന്ന ആൾ നിങ്ങൾ ആഗ്രഹിക്കത്തക്ക രീതിയിലുള്ള സംസാരം നിങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലെന്ന് കൃത്യമായി വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയാൻ. അതുപോലെ സ്ത്രീ പുരുഷന്മാർ ശരിയും മാന്യവും ഇസ്ലാമികവുമായ രീതിയിൽ വസ്ത്രധാരണം നിർവഹിക്കുക. അത് സ്ത്രീകൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല, പുരുഷന്മാർക്കും ബാധകമാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞ, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷാ, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാൻ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും, നിശ്ചയം നിങ്ങൾക്ക് നാം ഇറക്കിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് വസ്ത്രമെന്ന് പറയുന്നത്. യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നത മറക്കുന്ന വസ്ത്രം അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു. നഗ്നത മറക്കുക എന്നതാണ് വസ്ത്രധാരണത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. വരീഷ, അതുപോലെ തന്നെ തൂവലായിട്ടും വസ്ത്രത്തെ നാം ഇറക്കിയിരിക്കുന്നു. പക്ഷികൾക്ക് തൂവൽ അവരുടെ ശരീരത്തിൻ്റെ നഗ്നത മറക്കുന്നു എന്നതോടൊപ്പം തന്നെ അതവരുടെ ശരീരത്തിന് സൗന്ദര്യം കൂടിയാണ്. അതുപോലെ ശരീരത്തിൻ്റെ സൗന്ദര്യം എന്ന നിലക്കുമാണ് വസ്ത്രങ്ങൾ. പക്ഷേ വസ്ത്രധാരണത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് നഗ്നത വെളിവാവാൻ പാടില്ല എന്നുള്ളതാണ്. വലിബാസു തഖ്വാ ദാലിക ഖൈർ, തഖ്വയുടെ സൂക്ഷ്മതയുടെ വസ്ത്രമെന്ന് പറയുന്നത് അതാണ് ഉത്തമം, അതാണ് ഉത്തമമായിട്ടുള്ളത്. ദാലിക മിൻ ആയാത്തില്ലാഹി ലഅല്ലഹും യദ്ദക്കറൂൻ, അവരുത്ബുദ്ധരാവുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണത്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ പറഞ്ഞു തരികയാണ്. തഖ്വയുടെ വസ്ത്രം, നഗ്നത വെളിവാകാത്ത വസ്ത്രം. പക്ഷേ സഹോദരങ്ങളെ, നഗ്നത മറയുന്ന വസ്ത്രമാണോ പലരുടേതും? ആളുകളുടെ വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അതിൽ ഇടപെടാൻ പാടില്ല മറ്റുള്ളവർ. അത് ഭരണഘടനാപരമായ അവകാശമാണ്. അതിനെയൊന്നും ആരും ചെറുതായി കാണുന്നില്ല സഹോദരങ്ങളെ. പക്ഷേ വസ്ത്രധാരണം അതൊരു ആഭാസമായിട്ട് മാറുന്ന അവസ്ഥാവിശേഷം പലപ്പോഴും പുതിയ സമൂഹത്തിൽ സംജാതമാവുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ജീൻസ് ധരിക്കുമ്പോൾ മുട്ടുപൊക്കളിൻ്റെ ഇടയിലെ ഭാഗം പോലും കീറിക്കൊണ്ട് കീറിയ ജീൻസ് പോയി വാങ്ങി കീറിയ ജീൻസ് ധരിക്കുക. നോക്കി നിങ്ങൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ആഭാസം എന്നല്ലാതെ എന്താണ് അത്തരം വസ്ത്രധാരണങ്ങളെ സംബന്ധിച്ച് പറയാൻ സാധിക്കുക? അതുപോലെ തന്നെ ചില ആളുകളൊക്കെ സുജൂദിലേക്ക് പോകുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ പിൻഭാഗം പുറന്തള്ളുന്ന രീതിയിലുള്ള പാൻസുകളൊക്കെ വാങ്ങി ആ രീതിയിലൊക്കെ വസ്ത്രധാരണം ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ചാണ് ആഭാസകരമായിട്ടുള്ള വസ്ത്രധാരണം എന്ന് പറയുന്നത്. വസ്ത്രധാരണത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം അത് നഗ്നത മറക്കുക എന്നുള്ളതാണ്. നഗ്നത ബോധപൂർവം വെളിവാക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മൾ പഠിക്കണം.
അതിനും ഇസ്ലാം ഉന്നതമായ ഒരു സ്വഭാവ മൂല്യം പഠിപ്പിച്ചിട്ടുണ്ട്. അത് മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ലജ്ജ എന്നുള്ളതാണ് ആ മൂല്യം, ആ സ്വഭാവം എന്ന് പറയുന്നത്. ലജ്ജയാണ് വിശ്വാസിയുടെ ഏറ്റവും നല്ല ഗുണം. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ ശാഖയാണ്. ഇദാ ലം തസ്തഹി ഫസ്നഇ മാ ശിഅ്ത. നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ ഉദ്ദേശിച്ചതുപോലെയൊക്കെ ചെയ്യും മനുഷ്യ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖാ വഖുലുഖുൽ ഇസ്ലാമിയൽ ഹയാ. നിശ്ചയം എല്ലാ മതത്തിനും അതിൻ്റേതായ വേറിട്ട നല്ല നല്ല സ്വഭാവങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ ഉത്കൃഷ്ട സ്വഭാവം എന്ന് പറയുന്നത് വഖുലുഖുൽ ഇസ്ലാമിയൽ ഹയാ, ഇസ്ലാമിൻ്റെ ഉന്നതമായ സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അതാ റളിയല്ലാഹു അൻഹു വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ റളിയല്ലാഹു അൻഹുവിനോട് ഈ സ്വഹാബിയോട് പറയാൻ, സ്വർഗവാസിയാകാൻ പോകുന്ന ഒരു സ്ത്രീയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോഴാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ വരുന്നത്. എന്താണ്? ഒരു കറുത്ത നിറമുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, പ്രവാചകരെ, ഇന്നി അസ്റഉ വഇന്നി അതകശഫു ഫദ്ഉല്ലാഹ ലീ. പ്രവാചകരെ, എനിക്ക് പലപ്പോഴും ബോധക്ഷയമുണ്ടാവുകയാണ്. ചില ആളുകളുടെ ഒരു അസുഖമാണത്, ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയമുണ്ടാവുക. അവർ പറയാണ്, നിശ്ചയം പ്രവാചകരെ, എനിക്കിടയ്ക്കിടയ്ക്ക് ബോധക്ഷയമുണ്ടാവുകയാണ്. ബോധക്ഷയമുണ്ടാകുന്നു എന്നത് മാത്രമല്ല, വയിന്നി അതകശഫ്, എൻ്റെ ശരീരത്തിലെ വസ്ത്രം നീങ്ങിപ്പോകുന്നു, എൻ്റെ നഗ്നത വെളിവാകുന്നു. ഫദ്ഉല്ലാഹ ലീ. അതുകൊണ്ട് പ്രവാചകരെ, അല്ലാഹുവോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ആ പെൺകുട്ടി പറയുന്ന ഒരു രംഗമുണ്ട്. ആ പെൺകുട്ടിയെ സംബന്ധിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗവാസിയായ പെൺകുട്ടി എന്ന് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കണോ? എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ ഈ അസുഖം എനിക്കൊരു പ്രയാസമല്ല, അത് പരീക്ഷണമാണ്, അതിൽ ഞാൻ സഹിക്കാം, ക്ഷമിക്കാം. പക്ഷേ എൻ്റെ ശരീരത്തിൽ നഗ്നത വെളിവാകാതിരിക്കാൻ വേണ്ടി അങ്ങ് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവോട് റസൂല് പ്രാർത്ഥിക്കുകയാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ അവരുടെ ശരീരത്തിലെ നഗ്നത വെളിവാകാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ ഇന്ന് ബോധപൂർവം ആളുകൾ നഗ്നത വെളിവാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അതൊരു ഫാഷനായിട്ട് പലരും കൊണ്ടാടുന്നു എന്നുള്ളതാണ്, ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ലജ്ജയില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അറാദ അയ്യുഹ്ലിക അബ്ദൻ. നിശ്ചയം അല്ലാഹു തആല തൻ്റെ ഒരു ദാസനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അവനോടുള്ള ഗുണകാംക്ഷ അല്ലാഹുവിനെ നഷ്ടപ്പെട്ടാൽ, നസഅ മിൻഹുൽ ഹയാ, അയാളിൽ നിന്നും അല്ലാഹു ലജ്ജ ഊരിയെടുക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലജ്ജ എന്ന് പറയുന്ന ആ സൽഗുണം പിന്നീട് അയാൾക്കുണ്ടാവില്ല. വസ്ത്രധാരണത്തിൽ മാത്രമല്ല ലജ്ജയില്ലായ്മ പ്രകടമാവുന്നത്, മറിച്ച് മനുഷ്യൻ്റെ പല സ്വഭാവങ്ങളിലും. യുവാക്കൾ, യുവതികൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ, ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരെ കൊണ്ട് നടക്കുന്നു. വിവാഹം ചെയ്തിട്ടില്ല, ഈ യുവാവിന് ആ യുവതി ബെസ്റ്റിയാണ്, ഈ ആൺകുട്ടിക്ക് ആ പെൺകുട്ടി ബെസ്റ്റിയാണ്. ഈ രീതിയിലൊക്കെ പരസ്പരം ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരെൻ്റെ ഭർത്താവുമല്ല, ഭാര്യയല്ല, ബെസ്റ്റിയാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം മോശമാണ്. ഇങ്ങനെയൊക്കെ കുട്ടികൾ മാറുമ്പോൾ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ള മുസ്ലിം നാമധാരികളായ രക്ഷിതാക്കൾക്ക് പോലും അതൊരു വിഷയമല്ല. ഇങ്ങനെയുള്ള കുട്ടികൾ അവിടെയും ഇവിടെയുമൊക്കെ കറങ്ങി നടക്കുമ്പോൾ രക്ഷിതാക്കൾ അതൊരു പ്രശ്നമായി കാണാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരിയായ സ്വഭാവത്തിൽ, സത്യമാർഗത്തിൽ ഉറച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്, ലജ്ജ എന്ന് പറയുന്ന ഉന്നതമായ സാമൂഹിക മൂല്യം മുറുകെ പിടിച്ചുകൊണ്ട് ഇപ്പറയുന്ന രീതിയിലുള്ള സൗഹൃദങ്ങളിലുള്ള എല്ലാ പരിധികളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്, അത് അത്യാവശ്യം ത്യാഗമുള്ള കാര്യമാണ്. അത്യാവശ്യം സമർപ്പിതരായ ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ പറയും, ഇവരൊക്കെ പഴയ കാലത്ത്, ഏതോ കാലത്ത്, എന്നോ നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിക്കേണ്ട ആളുകളാണ് എന്ന രീതിയിൽ ഈ അർത്ഥത്തിലുള്ള ധാർമ്മികതയുടെ പ്രബോധകരായ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് പറയും. പക്ഷേ അവിടെയും ആ ആക്ഷേപങ്ങളെയൊന്നും മുഖവിലക്കെടുക്കാതെ സത്യത്തിലും നീതിയിലും ധർമ്മത്തിലും മുറുകെ പിടിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്.
ഇത്തരം കാലഘട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരും, അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, ആ കാലഘട്ടത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ കൽ ഖാബിലി അലൽ ജംർ, തീക്കനലിൽ ചവിട്ടി നിൽക്കുന്നവനെ പോലെ പ്രയാസം നേരിടും. തീക്കനൽ പിടിച്ചിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ തീക്കനൽ ചവിട്ടി നിൽക്കുമ്പോൾ എന്തുമാത്രം വലിയ സഹനവും ക്ഷമയും ആവശ്യമാണോ, അതുപോലെ വലിയ സഹനവും ത്യാഗവും അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കാൻ ആവശ്യമായി വരുന്ന ഒരു കാലം സംജാതമാവും. അപ്പോഴും ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സാധ്യമാവണമെങ്കിൽ ഈമാൻ വേണം സഹോദരങ്ങളെ, ഈമാനികമായ വികാസം വേണം നമുക്ക്. അതിനു വേണ്ടിയാണ് വരാൻ പോകുന്ന റമളാനും ഇപ്പോൾ കഴിഞ്ഞ് പോകുന്ന ശഅബാനുമെല്ലാം നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ദിനരാത്രങ്ങളെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ബറാത്ത് രാവ് എന്ന പേരിൽ ഒരു ആഘോഷമൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളെല്ലാം ദുർബലമാണ്. പക്ഷേ സ്വഹീഹായിട്ടുള്ള ഒരു നിവേദനം, ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശഅബാൻ 15-ാം രാവുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമുക്കറിയാം ശഅബാൻ 15 എന്ന് പറയുമ്പോൾ നാളത്തെ ദിവസം, അതാണ് ശഅബാൻ 15. ആ ശഅബാൻ 15-ന്റെ രാവ്, ഈ പകൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന രാവ്, ആ രാവിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്തലിയുല്ലാഹു തആല ഇലാ ഖൽഖിഹി, അല്ലാഹു തആല തൻ്റെ സൃഷ്ടികളിലേക്ക്, അടിയാറുകളിലേക്ക് എത്തി നോക്കും. ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാവിൽ, ശഅബാൻ 15-ന്റെ രാവിൽ അല്ലാഹു തൻ്റെ സൃഷ്ടികളിലേക്ക് എത്തി നോക്കും. ഫയഗ്ഫിറു ലി ജമീഇ ഖൽഖിഹി ഇല്ലാ ലി മുശ്രിക്കിൻ ഔ ലി മുശാഹിനിൻ, അല്ലാഹു തആല തൻ്റെ സൃഷ്ടികൾക്കെല്ലാം പുറത്തു കൊടുക്കും. പരസ്പര വിദ്വേഷം കൊണ്ട് നടക്കാത്ത, ബഹുദൈവാരാധനയിൽ ഏർപ്പെടാത്ത എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് ആളുകളോട് വിദ്വേഷം വെക്കാതെ സഹോദരങ്ങളെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ദിനരാത്രങ്ങളെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. അതോടൊപ്പം തന്നെ വിവാഹേതരമായിട്ടുള്ള പ്രണയങ്ങൾക്കെതിരെ യുവസമൂഹങ്ങളെ, നമ്മുടെ സന്താനങ്ങളെ ശക്തമായിട്ട് ബോധവൽക്കരിക്കുക എന്നതും പ്രധാനമാണ്. ആധുനികമായിട്ടുള്ള ചില പഠനങ്ങളിൽ പറയുന്നത്, ഇത്തരം പ്രണയങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാഹേതരമായിട്ടുള്ള പ്രണയങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഡോപ്പോമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ശരീരത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അത് ശരീരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെ അന്ധരാക്കി മാറ്റും, മനുഷ്യരെ ഭ്രാന്തരാക്കിയ ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് മാറ്റും. ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. പിന്നീട് ആരെന്തൊക്കെ പറഞ്ഞാലും അത്തരം ബന്ധങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്ന, അതല്ലെങ്കിൽ ചെറുപ്പക്കാർ എത്തിപ്പെടുന്ന അവസ്ഥാവിശേഷമെല്ലാം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വശത്ത് ഈ രീതിയിലുള്ള വഴിവിട്ട പ്രണയങ്ങൾ രൂപപ്പെടുമ്പോൾ, മറുവശത്ത് നമ്മൾ കാണുന്നത് എന്താണ്? മറുവശത്ത് പൈശാചികമായ ക്രൂരതകളാണ് ഇപ്പറയുന്ന റാഗിങ്ങിൻ്റെയും മറ്റും പേരിൽ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തുമാത്രം ഭീകരമായിട്ടുള്ള അക്രമങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ. നമുക്കറിയാം, കോട്ടയം ജില്ലയിൽ നിന്ന്, കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നിന്ന് ഒരു വാർത്ത കേട്ട ഞെട്ടലിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ പഠിക്കുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി കാമ്പസ് കൊണ്ട് ആക്രമിക്കുകയാണ്. എത്രമാത്രം ഭീതിജനകം, ഭയാനകം, എത്രമാത്രം ആക്രമണോത്സുകം, പൈശാചികം, അതിൻ്റെ ആഴങ്ങൾ നമുക്ക് പറയാൻ പോലും സാധിക്കാത്ത രീതിയിൽ, അത് വിശദീകരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം രൂപപ്പെടുന്ന അവസ്ഥയിലാണ് ആ രീതിയിലുള്ള റാഗിങ്ങുകളുടെ വാർത്തകളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കിത് ചെയ്യാൻ കഴിയോ? മനുഷ്യത്വമുള്ളവർക്കിത് ചെയ്യാൻ കഴിയോ? സാധാരണ അവസ്ഥയിൽ ചെയ്യുന്നതല്ല എന്നാണ് തോന്നുന്നത്. ലഹരി അടിച്ചുകൊണ്ട് ഇപ്പറയുന്ന MDMA അതെല്ലാം അകത്താക്കിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ, അക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെന്തുപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിലും, അവരാരാണെങ്കിലും, എന്തിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണെങ്കിലും കൃത്യമായിട്ടുള്ള ശിക്ഷ അവരേറ്റുവാങ്ങണമെന്ന് തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. മലയാളികളെന്ന് മാത്രമല്ല, മനുഷ്യത്വമുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ മനുഷ്യത്വമുള്ളവരാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്.
അവർക്ക് ദീനീബോധം പകർന്നു നൽകുക, അവരെ സാമൂഹിക ബോധമുള്ളവരാക്കി മാറ്റുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രക്ഷിതാക്കൾ അവരുടെ ഏറ്റവും വലിയ ആത്മസുഹൃത്തുക്കളായി മക്കളെ കണ്ടുകൊണ്ട് മക്കളെ നെഞ്ചോട് ചേർത്തി നിർത്തിക്കൊണ്ട് അവരെ ഉപദേശിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളുമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിൻ്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും റബ്ബിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം കുടുംബത്തോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും അള്ളാഹു നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മുതിർന്ന പൗരന്മാർക്കും ആരോഗ്യത്തോടുകൂടിയുള്ള ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന് മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയം സാക്ഷാത്കരിക്കുന്ന ഒരവസ്ഥാവിശേഷം നീ സംജാതമാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ദുർബലരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഫലസ്തീനിൽ എന്നല്ല ലോകത്ത് ഒരിടത്തും അല്ലാഹുവേ നീ പ്രയാസപ്പെടുത്തല്ല നാഥ. അല്ലാഹുവേ, അവരോടെല്ലാം നീ കരുണ കാണിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ എല്ലാ അർത്ഥത്തിലും സ്വാലിഹീങ്ങളാക്കി നീ മാറ്റണമേ തമ്പുരാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹ് എന്ന് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ. അല്ലാഹ് എന്ന് നിന്നെ വിളിക്കാൻ ലോകത്ത് കോടാനക്കോടി അടിമകൾ, അടിയാറുകൾ പടച്ചവനെ നിനക്കുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റദ അൻ അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി വ അൻ ബഖിയത്തി സ്വഹാബത്തി വ സ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മസ്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ
تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.